നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫൈനലിസ്മയുടെ കാര്യത്തിൽ പ്രാഥമികമായിട്ടുള്ള ചർച്ചകൾ നടന്ന കാര്യം ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. സൗത്ത് അമേരിക്കയിൽ നടക്കുന്ന ഫിഫ കോൺഗ്രസ്സിൽ വെച്ച് സൗത്ത് അമേരിക്കൻ ഫുട്ബോൾ ഫെഡറേഷനും അതുപോലെ യൂറോപ്യൻ ഫുട്ബോൾ ഫെഡറേഷനും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി മത്സരം എന്ന് നടക്കും, ആ ഡേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷനാണ് വരേണ്ടത്. അതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നു. കഥനസറിൻ്റെ റിപ്പോർട്ടിൽ ഇഗ്നാസിയോ മർക്കാനോ വാസ്കസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് 2026 മാർച്ച് അവസാനത്തിൽ എന്ന് പറയുമ്പോൾ മാർച്ച് 26 മുതൽ മാർച്ച് 31 വരെയുള്ള സമയത്ത് അതിനിടയ്ക്കൊരു ദിവസമായിരിക്കും കളി നടക്കുക എന്നാണ് റിപ്പോർട്ട്. നമുക്കറിയാം ഇനിയിപ്പോൾ ജൂൺ മാസത്തിൽ നേഷൻസ് ലീഗ് മത്സരങ്ങൾ ഉള്ളതുകൊണ്ട് സ്പെയിന് ഫ്രീ അല്ല. മാത്രമല്ല അർജൻറ്റീനയ്ക്കാവട്ടെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളുണ്ട്. സെപ്റ്റംബറിൽ 2 ടീമിനും വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളുണ്ട്. ഒക്ടോബറിലും നവംബറിലും അർജൻറ്റീനയ്ക്ക് അങ്ങനെ കോമ്പറ്റിറ്റീവ് മത്സരങ്ങളില്ല എങ്കിൽ പോലും സ്പെയിനിന് വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളുണ്ട്. പിന്നെ അവൈലബിൾ ആയിട്ടുള്ള ഫിഫ ഡേറ്റ് 2026 മാർച്ചാണ്. ആ മാർച്ചിൽ 2 മത്സരങ്ങൾക്കുള്ള ഡേറ്റ് ഉണ്ടായിരിക്കും. അതിൽ അവസാന ഭാഗത്ത് എന്ന് പറയുമ്പോൾ 2 കളികളിൽ ഒരു കളി വേറെ കളിക്കും. പിന്നെ അവസാന ഭാഗത്ത് മാർച്ച് 26 മുതൽ മാർച്ച് 31 വരെയുള്ള ദിവസങ്ങളിൽ ഒരു കളി നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അത്തരത്തിലേക്കാണ് തീരുമാനങ്ങൾ പോകും. തീരുമാനം എന്ന് പറഞ്ഞാൽ ഇത് പ്രപ്പോസ് ചെയ്തിരിക്കുകയാണ്. ഇനി 2 ടീമിൻ്റെയും കോച്ചുമാർ, ടെക്നിക്കൽ സ്റ്റാഫ് അതിന് സമ്മതം മൂളണം. കാരണം വേൾഡ് കപ്പിന് തൊട്ടടുത്തായതുകൊണ്ട് ടീമുകളുടെ ട്രെയിനിങ്ങിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ ഇത്തരം ഒരു മത്സരത്തിന് ഇടമുണ്ടോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് കോച്ചുമാരാണ്. അതുകൊണ്ട് അവരുടെ അപ്രൂവലാണ് കിട്ടേണ്ടത്. ഏതായാലും ഇഗ്നാസിയോ മർക്കാനോ റിപ്പോർട്ടിനനുസരിച്ച് ഫൈനലിസിമ ബിറ്റ്വീൻ അർജന്റീന ആൻഡ് സ്പെയിൻ വിൽ ബി പ്ലേഡ് ബിറ്റ്വീൻ മാർച്ച് 26 ടു മാർച്ച് 31. അപ്പോൾ മാർച്ച് 26 മുതൽ മാർച്ച് 31 വരെയുള്ള ദിനങ്ങളിൽ ഒന്നിലായിരിക്കും ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത്. വെന്യൂ ഡിസൈഡ് ചെയ്തിട്ടില്ല. പക്ഷേ കോൺമബോൾ സൗത്ത് അമേരിക്കയിൽ കളി നടത്താൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. എന്നാൽ യൂറോപ്യൻ ബേസ്ഡ് താരങ്ങളുടെ ലോങ് ട്രാവലും മറ്റുമൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് യൂറോപ്പിൽ തന്നെ കളി നടക്കാനുള്ള സാധ്യതയാണുള്ളത് എന്നാണ് ഇപ്പോൾ ഉള്ള ഇഗ്നാസിയോ മർക്കാനോയുടെ റിപ്പോർട്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.